നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറച്ച് കൂടുതലാണ്. നമ്മൾ ചാറ്റ് ജി പി ടിയിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു, ഒരു പ്രോപ്പർ ഡയറ്റും ഒരു വർക്കൗട്ടും ഒക്കെ പ്ലാൻ ചെയ്യുന്നു. ഫസ്റ്റ് ദിവസം നമ്മൾ ഭയങ്കര പവർഫുൾ ആണ്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പോകെ ഒരു 4-ാമത്തെ 5-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ എവിടെയാണോ തുടങ്ങിയത് ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും എല്ലാവരും കോമൺ ആയിട്ട് ഇതേ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്? ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു എക്സ്പ്ലെയിൻ സിംപ്ലി. നമ്മുടെ മോട്ടിവേഷനുമായിട്ട് ഹൈലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ബ്രെയിനിലെ കെമിക്കലാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഒരു 1980s വരെയൊക്കെ ആളുകൾ വിചാരിക്കുന്നത് പ്ലഷർ എന്ന് പറയുന്നത് ഡോപ്പമിൻ ആണെന്നാണ്. അതായത് അങ്ങനെ അവർ വിചാരിക്കാനുള്ള കാരണം ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാക്കുന്ന ഡ്രഗ്സ് മേക്ക് യു ഫീൽ ഹൈ. 1980 കെൻ സി ബെറിഡ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രൊഫസർ നമ്മുടെ ബ്രെയിനിലെ പ്ലഷർ സെൻറ്റർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. ഇദ്ദേഹം ചെയ്യുന്നത് എലികളുടെ ബ്രെയിനിലെ ഡോപ്പമിൻ ഫയറിംഗ് ന്യൂറോൺസ് ഒരു ന്യൂറോടോക്സിൻ ഉപയോഗിച്ചിട്ട് വൈപ്പ് ഔട്ട് ചെയ്താണ്. എന്നിട്ട് ഇദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നത് ഈ കേജിലിരിക്കുന്ന എലികളുടെ ഒരു 2 ഇഞ്ച് മാറിയിട്ട് ഒരു പഞ്ചസാരയുടെ കൂമ്പാരം വെച്ചിട്ടുണ്ട്. ഈ എലികൾ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥ എത്തിയിട്ട് പോലും അവർ ആ ഭക്ഷണം എടുക്കുന്നില്ല. അപ്പോൾ അന്നത്തെ സയന്റിഫിക് കമ്മ്യൂണിറ്റി വിചാരിച്ച് ഓക്കെ, എലികൾക്ക് ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് അവരിത് കഴിക്കുന്നത്? പക്ഷേ ഈ റിസൾട്ടിൽ ബെറിഡ് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഇദ്ദേഹം ലിറ്ററലി ഈ എലികളുടെ ഫേസ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. എലികൾക്ക് നമ്മൾ ഹ്യൂമൻസിനെ പോലെ തന്നെ ടേസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സൽ ആയിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. അതായത് അവർക്ക് സ്വീറ്റ് ആയിട്ടുള്ളൊരു ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അവർ അവരുടെ ലിപ്സ് ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ബിറ്റർ ആയിട്ടുള്ളൊരു ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അവരവരുടെ ചിൻ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇദ്ദേഹം ഈ ഷുഗർ വാട്ടർ ഒരു പൈപ്പ് വഴി ഈ എലികളുടെ വായിലേക്ക് എത്തിച്ചു കൊടുക്കും. എന്നിട്ട് അദ്ദേഹം നോട്ടീസ് ചെയ്തത് ഈ എലികൾ സ്വീറ്റ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടുമ്പോൾ കാണിക്കുന്ന ലൈക്നെസിന്റെ എക്സ്പ്രഷൻസ് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് ഒരു യുറേക്ക മൊമെന്റ് ആയിരുന്നു. അതായത് എലികൾക്ക് ഭക്ഷണം ഇഷ്ടമാണ്, ബട്ട് ദേ നോ ലോങ്ങർ വാണ്ടഡ് ഇറ്റ്. ഈ റിസൾട്ടിൽ നിന്നാണ് ഇൻസെന്റീവ് സാലിയൻസ് തിയറി ഉണ്ടായി വരുന്നത്. ഈ തിയറി പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൽ റിവാർഡ് റിലേറ്റഡ് ആയിട്ട് 2 ഹാർഡ് ഡിസ്ക് ഉണ്ട്, അതായത് 2 സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ദ ലൈക്കിംഗ് സിസ്റ്റം, രണ്ടാമത് ദ വാണ്ടിങ് സിസ്റ്റം. ഈ ലൈക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ചെറിയ സിസ്റ്റമാണ്. ഹെഡോണിക് ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്ന ചെറിയ ഹോട്ട്സ്പോട്ട്സ് ആണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ചായ കുടിക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടല്ലോ, ഈ സന്തോഷം കിട്ടുന്ന ആ നൗ മൊമെന്റിലെ സന്തോഷം കിട്ടുന്നത് ഈ സിസ്റ്റം കാരണമാണ്, ലൈക്കിംഗ് സിസ്റ്റം കാരണമാണ്. ഇനി രണ്ടാമത്തെ സിസ്റ്റം ഈ വാണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പാരിറ്റീവ്ലി മാസീവ് സിസ്റ്റമാണ്. ഇത് നമ്മുടെ ബ്രെയിനിലെ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ എന്ന് പറയുന്ന സ്ഥലത്തൊന്നും ഡോപ്പമിൻ പ്രൊജക്ട് ചെയ്തിട്ട് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് വരെ എത്തുന്ന ആ ഒരു റീജിയൻ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാണത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ചായ കുടിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടല്ലോ, ഈ സന്തോഷം മാനേജ് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ സിസ്റ്റമാണ്. പലപ്പോഴും ഈ 2 സിസ്റ്റംസും കോൺഫ്ലിക്റ്റിലാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോൺ എടുത്തിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കയറിയിട്ട് ഷോർട്സും റീൽസും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ കണ്ടന്റ്സ് ഒന്നും നമുക്ക് ഇഷ്ടമാവുന്നില്ല, നമ്മൾ ഫോൺ താഴെ വെക്കുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഈ ഫോൺ എടുത്തിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടെൻഡൻസി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈക്കിംഗ് സിസ്റ്റം ഇനാക്റ്റീവ് ആവുകയാണെങ്കിലും നമ്മുടെ വാണ്ടിങ് സിസ്റ്റത്തിന് അവിടെ ആക്റ്റീവായിട്ടിരിക്കാം. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും, എന്നാൽ പിന്നെ ബ്രെയിനിൽ ഈ വാണ്ടിങ് സിസ്റ്റത്തിൽ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താൽ പോരെ, മോട്ടിവേഷൻ ഫെയ്ഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ ഹൈ ഡോപ്പമിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മെറ്റബോളിക്കലി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ 2% ഉള്ളെങ്കിലും നമ്മൾ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജിയുടെ 20% ബ്രെയിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ ഡോപ്പമിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഒരു ഗോളിൽ ലോക്ക്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒരു മാസീവ് എമൗണ്ട് ഓഫ് എനർജി ബേൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഡോപ്പമിൻ സ്റ്റേറ്റിൽ കുറേ നേരം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവൻച്വലി ബേൺ ഔട്ട് ആവും. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ സേഫ്റ്റി, നമ്മുടെ സ്ലീപ്പ്, നമ്മുടെ സോഷ്യൽ ബോണ്ട് ഇതൊക്കെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ സർവൈവലിന്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബ്രെയിൻ ഒരു കൂൾ ഡൗൺ മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യും. നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള ഡാനിയൽ കാനമൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഇതേ നമ്മുടെ ബ്രെയിനിനെ 2 സിസ്റ്റംസ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റമാണ്. ഇത് ഭയങ്കര ഫാസ്റ്റ് ആണ്, ഇത് ഫ്രീ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്നോളൂ. പക്ഷെ രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മാനുവൽ പൈലറ്റ് വേണ്ട സിസ്റ്റമാണ്. ഇത് ഭയങ്കര സ്ലോ ആണ്, ഇത് ഡെലിബറേറ്റ് ആണ്, പോരാത്തതിന് ഇത് വർക്ക് ചെയ്യാൻ ഒരുപാട് എനർജി വേണം. അപ്പോൾ നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുക അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ സിസ്റ്റം 2 ആണ് എൻഗേജ്ഡ് ആവുന്നത്. അപ്പോൾ കുറേ നേരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് എനർജി ബേൺ ആവുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ തിരിച്ച് ഈ സിസ്റ്റം 1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും.
അപ്പോഴാണ് നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫോൺ എടുത്തിട്ട് റീൽസ് കാണാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നത്. മോട്ടിവേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് റിവാർഡ് പ്രഡിക്ഷൻ എറർ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സ്പെരിമെൻ്റ് കൂടെ നോക്കാം. 1990 വോൾഫ്രാം ഷൂട്ട്സ് എന്ന് പറയുന്ന ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് മങ്കീസിൻ്റെ മേലെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നു. ഇദ്ദേഹം ചെയ്യുന്നത് മങ്കീസിൻ്റെ മിഡ് ബ്രെയിനിൽ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്നു. ഇദ്ദേഹം എങ്ങനെ ചെയ്യുന്നത്, ഈ മങ്കീസിൻ്റെ ബ്രെയിനിൽ എപ്പോഴാണ് ഡോപ്പമിൻ ന്യൂറോൺസ് ഫയർ ചെയ്യുന്നതെന്ന് എക്സാക്ട് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സ്പെരിമെൻ്റ് ഇദ്ദേഹം ഒരു 3 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ ഫേസിൽ ഇദ്ദേഹം ഈ മങ്കികളുടെ വായിലേക്ക് കുറച്ച് ആപ്പിൾ ജ്യൂസ് കൊടുക്കും. ഈ സമയത്ത് അദ്ദേഹം കണ്ടത് ആപ്പിൾ ജ്യൂസ് അവരുടെ വായിലെത്തുന്ന ആ സമയത്ത് ആ മൊമെൻറ്റിൽ അവരുടെ ബ്രെയിനിൽ ഡോപ്പമിൻ ഫയർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഫേസിൽ ഇദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റിലേക്ക് ഒരു ലൈറ്റ് ബൾബും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഫുഡ് കൊടുക്കുന്നതിന് എക്സാക്ട്ലി 1 സെക്കൻഡ് മുന്നേ ഈ ബൾബ് ഓൺ ചെയ്യും. അതായത് ബൾബ് ഓൺ ചെയ്യുന്നു, 1 സെക്കൻഡ് കഴിയുന്ന സമയത്ത് ഇവർക്ക് ഈ ആപ്പിൾ ജ്യൂസ് കിട്ടുന്നു. ഈ എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ റെപ്പിറ്റേറ്റീവ് ചെയ്ത സമയത്ത് ഇവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത് ആപ്പിൾ ജ്യൂസ് കിട്ടിയ സമയത്ത് ഇവരുടെ ബ്രെയിനിൽ, ഈ കുരങ്ങന്മാരുടെ ബ്രെയിനിൽ ഡോപ്പമിൻ ഫയർ ചെയ്യുന്നത് സ്റ്റോപ്പായി. പക്ഷെ അതിന് പകരം ഈ ഫയർ ചെയ്യുന്ന മൊമെൻറ്റ് ആ ബൾബ് ഓൺ ചെയ്ത സമയത്തിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് അവർക്ക് കണ്ടത് ആ ഡോപ്പമിൻ എന്ന് പറയുന്നത് റിവാർഡിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയിട്ട് പ്രഡിക്ഷനിലേക്ക് അറ്റാച്ച്ഡ് ആയി. ഇനി മൂന്നാമത്തെ ഫേസിൽ ഇദ്ദേഹം ചെയ്തത് ലൈറ്റ് ബൾബ് ഓൺ ചെയ്ത്, പക്ഷേ ഇദ്ദേഹം ആപ്പിൾ ജ്യൂസ് കൊടുത്തില്ല. എന്നിട്ട് ഒരു റിസൾട്ട് നോക്കിയ സമയത്ത് കണ്ടത് ലൈറ്റ് ബൾബ് ഓൺ ചെയ്ത സമയത്ത് ഈ കുരങ്ങന്മാരുടെ ബ്രെയിനിൽ ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എക്സാക്ട്ലി 1 സെക്കൻഡ് കഴിഞ്ഞ് ഫുഡ് കിട്ടാതായ സമയത്ത്, ആപ്പിൾ ജ്യൂസ് കിട്ടാതായ സമയത്ത് ഈ ഡോപ്പമിൻ ലെവൽ കുറഞ്ഞു വന്ന് ബേസ് ലൈനിലല്ല എത്തിയത്, ബേസ് ലൈനിൽ നിന്ന് ഒരുപാട് താഴേക്ക് പോയി. അപ്പോൾ ഇതിനെയാണ് ക്രാഷ് എന്ന് വിളിക്കുന്നത്. ഈ എക്സ്പെരിമെൻ്റ് റിസൾട്ടിൽ നിന്നാണ് ഹ്യൂമൻ മോട്ടിവേഷനെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതിനെ റിവാർഡ് പ്രഡിക്ഷൻ എറർ എന്നാണ് വിളിക്കുന്നത്. ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തേത് നമ്മുടെ ആക്ച്വൽ റിവാർഡ് നമ്മുടെ എക്സ്പെക്ടേഷൻ കൂടുതലാണെങ്കിൽ അതൊരു പോസിറ്റീവ് പ്രഡിക്ഷൻ എററാണ്. ഈ സമയത്താണ് നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ റിവാർഡും നമ്മുടെ എക്സ്പെക്ടേഷൻസും മാച്ച് ചെയ്യുന്നതാണെങ്കിൽ അതൊരു സീറോ പ്രഡിക്ഷൻ എററാണ്. ഈ അവസ്ഥയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കാര്യം നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നത്. ഇനി മൂന്നാമത്തെ കേസാണ് നമ്മുടെ ആക്ച്വൽ റിവാർഡ് നമ്മുടെ എക്സ്പെക്ടേഷനേക്കാളും താഴെയാണെങ്കിൽ അതിനൊരു നെഗറ്റീവ് പ്രഡിക്ഷൻ എറർ എന്ന് വിളിക്കും. നമ്മൾ നേരത്തെ മങ്കീസിൻ്റെ കേസിൽ പറഞ്ഞ ആ ക്രാഷ് എന്ന് പറയുന്നത് ഈ സ്റ്റേജിലാണ്. ഈ സ്റ്റേജിലാണ് നമ്മൾ ഹൈലി ഡീമോട്ടിവേറ്റഡ് ആയിട്ടും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും നമുക്ക് വിൽ പവർ ഇല്ലെന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളിലേക്ക് തിരിച്ചു പോകാം. നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുതലായത് കാരണം നമ്മളത് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് ഒരു ഫിറ്റ് ആയിട്ടുള്ളൊരു ബോഡി, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കൊളസ്ട്രോൾ ലെവലുമാണ്. അതാണ് നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ലോങ് ജേണിയാണ്, ഇതിൻ്റെ റിസൾട്ട് കിടക്കുന്നത് കുറേ ദൂരെയാണ്. അപ്പോൾ ഈ പ്രഡിക്ഷൻ കാരണമുള്ള ഡോപ്പമിൻ സ്പൈക്കാണ് ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആ പ്രോസസ്സിനെ ഫ്യൂൽ ചെയ്യുന്നത് ആ ഇനീഷ്യൽ ഡോപ്പമിൻ സ്പൈക്കാണ്. ഒരാഴ്ച കഴിയുന്ന സമയത്തേക്കും നമ്മുടെ ബ്രെയിൻ ഈ RPE കാൽക്കുലേഷൻ ചെയ്യും. അപ്പോൾ ആക്ച്വലി ആ സമയത്തെ റിവാർഡ് എന്ന് പറയുന്നത് വിസിബിൾ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ RPE കാൽക്കുലേഷനിൽ ബ്രെയിൻ ഒരു മാസീവ് ആയിട്ടുള്ള നെഗറ്റീവ് നമ്പർ കിട്ടും. അപ്പോൾ ബ്രെയിൻ തോന്നും ഇങ്ങനെ റിസൾട്ട് ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് എനർജി വേസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു പ്രോഫിറ്റ് ഇല്ലാത്തൊരു ഇൻവെസ്റ്റ്മെന്റിൽ ഫണ്ടിങ് നിർത്തുന്ന പോലെ ബ്രെയിൻ നമ്മുടെ ഡോപ്പമിൻ സപ്ലൈ നിർത്തും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മറ്റൊരു ഡൗട്ടും കൂടെ വരും. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇത്ര എക്സ്പെൻസീവ് ആണെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ ഈ ലോങ് ടേം ടാസ്കുകളിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്? ഇതിന് ബയോളജിക്കലി ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒറ്റ സെൻറ്റൻസിൽ ആൻസർ എന്ന് പറയുന്നത് ഈ ആക്ടിവിറ്റീസിനെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൽ നിന്നും ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഒരു 45% ഓഫ് ആക്ടിവിറ്റീസും നമ്മുടെ ഹാബിറ്റ്സ് ആണെന്നാണ് പറയുന്നത്. ഈ ബേസൽ ഗാംഗ്ലിയയിലാണ് നമ്മുടെ ഹാബിറ്റ്സ് ഫോം ചെയ്യുന്നത്. ഈ സാധനമാണ് നമ്മുടെ ഹാബിറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്. ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത് ഭയങ്കര എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം കൺട്രോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ ബ്രെയിനിന് പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ രാവിലെ എണീച്ച് നമുക്ക് പല്ല് കേൾക്കാൻ പുറത്തുനിന്ന് ഒരാൾ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പല്ല് കേൾക്കുന്ന പ്രോസസ്സിന് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് കട്ട് ചെയ്താൽ പോലും നമുക്ക് ബ്രഷ് കയ്യിലെടുക്കുക, പേസ്റ്റ് കയ്യിലെടുക്കുക, പേസ്റ്റ് ബ്രഷിലേക്ക് ആക്കുക, ഈ പ്രോസസ്സൊന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. അതിന് കാരണം ഈ എല്ലാ പ്രോസസ്സുകളും കൂടെ ചേർന്നിട്ട് ഒരു ചങ്ക് ആയിട്ടാണ് നമ്മുടെ ബേസൽ ഗാംഗ്ലിയ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതായത് ആ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ ആക്ടിവിറ്റീസിനെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൽ നിന്നും ബേസൽ ഗാംഗ്ലിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അത് ഷിഫ്റ്റ് ചെയ്യുന്നത്?
നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഈ ജനുവരി 1 ഒരു ഡിസിഷൻ എടുക്കുന്നു. ഈ കൊല്ലം 365 ദിവസം കൊണ്ട് ഞാനൊരു 365 പേജുള്ള പുസ്തകം എഴുതി തീർക്കുന്നു. അതായത് നമ്മുടെ ഇയർ എൻഡിലുള്ള റിവാർഡ് എന്ന് പറയുന്നത് 365 പേജുള്ള പുസ്തകം എഴുതി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു കുറച്ച് ദിവസം കൊണ്ട്, ഒരു 10 ദിവസം കൊണ്ട് നമ്മളൊരു 10 പേജ് എഴുതി തീർന്നു വിചാരിക്കാം. ഈ 10 പേജ് എഴുതി തീർക്കാനുള്ള ആ മോട്ടിവേഷൻ നമ്മുടെ ആ പ്രെഡിക്ഷനിൽ ലിങ്ക് ആയിട്ടുള്ള ഡോപ്പമിൻ സ്പൈക്ക് കാരണം നമുക്ക് കിട്ടുന്നുണ്ട്. 10ാമത്തെ ദിവസം നമ്മൾ നോക്കുന്ന സമയത്ത് ഇനിയും 355 പേജ് എഴുതാനുണ്ട്. അപ്പോൾ എഗെയിൻ നമ്മുടെ ബ്രെയിൻ ഈ RP കാൽക്കുലേഷൻ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് പ്രൊഡിക്ഷൻ ഉണ്ടാവും, നമുക്കൊരു ക്രാഷ് സംഭവിക്കും, നമ്മുടെ മോട്ടിവേഷൻ ഇല്ലാതായിട്ട് നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. പക്ഷെ ഇതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ 365 ദിവസത്തിൽ 365 പേരുള്ള ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിനെ ചെറിയ ചെറിയ മൈക്രോ റിവാർഡ്സ് ആക്കിയിട്ട് ഒരു ദിവസം ഞാൻ ഒരു ദിവസം ഞാൻ ഒരു പേജ് എഴുതി തീർക്കുന്നുള്ള ഒരു ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പേജ് എഴുതി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ റിവാർഡ് എന്ന് പറയുന്നത് ആ പേജ് എഴുതി തീർക്കാനുള്ളതാണ്. അപ്പോൾ ഒരു വലിയ ഗോളിനെ കമ്പയർ ചെയ്യുന്ന 365 ദിവസം കൊണ്ട് ആ വലിയ ബുക്ക് എഴുതി തീർക്കാനുള്ള കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പേജ് എഴുതൽ കുറച്ച് ഈസി ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഈ ടാസ്കിന്റെ എൻഡ് ഗോൾ എന്ന് പറയുന്നത് ആ ഒരു പേജ് തീർക്കുന്നതായത് കാരണം നമ്മുടെ ബ്രെയിനിന് ഈ ഗോൾ അടുത്തുള്ളൊരു ഗോളായിട്ട് തോന്നും. അപ്പോൾ അടുത്തുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും വർക്ക് ചെയ്യും. ഇതിനെയാണ് ഗോൾ ഗ്രേഡിയൻറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹാബിറ്റിലേക്ക് മാക്സിമം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റും കൂടെ ചെക്ക് ചെയ്യാം. 2001 ബ്രിട്ടനിലെ കുറച്ച് റിസർച്ചേഴ്സ് ചേർന്നിട്ട് ഒരു 248 പേരുള്ള ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്നു. ഈ സെലക്ട് ചെയ്ത ഗ്രൂപ്പിനെ അവരൊരു 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ ഗ്രൂപ്പാണ്. അവരോട് പറയുന്നത് അവരുടെ വർക്കൗട്ട് ജസ്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ രണ്ടാമത്തെ ഒരു മോട്ടിവേഷൻ ഗ്രൂപ്പാണ്. ഇവരോട് പറയുന്നത് ട്രാക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ വർക്കൗട്ട് ചെയ്യുന്നതിന് ബെനിഫിറ്റ്സ് എന്താണെന്നുള്ള ആർട്ടിക്കിൾസ് ഒക്കെ റീഡ് ചെയ്യാൻ പറയും. ഇതിൻ്റെ കൂടെ തന്നെ ഈ റിസർച്ചേഴ്സ് ഈ വർക്കൗട്ട് ചെയ്യുന്ന കാരണം നമ്മുടെ ഹാർട്ടിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഒക്കെ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിന് ഇത്രയും കാര്യങ്ങളുടെ കൂടെ ഇവരോട് ഒരു കാര്യം കൂടി പറയുന്നു. ഇവരോട് സ്പെസിഫിക് ആയിട്ട്, അതായത് ഞാൻ അടുത്ത ആഴ്ച ഈ ദിവസം ഈ സമയത്ത് ഇവിടെ വെച്ച് ഇത്ര നേരം വർക്കൗട്ട് ചെയ്യുന്നു എഴുതാൻ പറയുന്നു. ഇതിൻ്റെ റിസൾട്ടായിട്ട് ഇവർ കണ്ടത് ആദ്യത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ ആൾക്കാരിൽ 35 to 38% ആൾക്കാരാണ് വീക്ക്ലി അറ്റ്ലീസ്റ്റ് വൺസ് വർക്കൗട്ട് ചെയ്തത്. ഇൻട്രസ്റ്റിംഗ്ലി ആ രണ്ടാമത്തെ ഗ്രൂപ്പിൽ മോട്ടിവേഷൻ കൊടുത്ത ഗ്രൂപ്പിന് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ മൂന്നാമത്തെ ഗ്രൂപ്പിൽ 91% ഓഫ് ആൾക്കാരും വീക്ക്ലി അറ്റ്ലീസ്റ്റ് വൺസ് എക്സസൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഡീമോട്ടിവേറ്റഡ് ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു സ്പ്രിന്റ് റേസ് ഓടാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിൻ വെച്ചിട്ട് നമ്മളൊരു മാരത്തൺ റേസ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ വിൽ പവർ ഇല്ലാത്ത കാരണമല്ല, ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ലെന്നും എല്ലാവരും കടന്നു പോകുന്നൊരു ബയോളജിക്കൽ പ്രോസസ് ആണെന്നും മനസ്സിലാക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ ചാനലിലെ ഈ വീഡിയോയിലെ കണ്ടന്റ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ.